എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വെരി ടേസ്റ്റി ആൻഡ് സിമ്പിൾ പുളിസാദമാണ് ഇന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. പുളിസാദം യാത്രാവേളകളിൽ കൊണ്ടുപോകാനും രാവിലത്തെ തിരക്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും വളരെ നല്ലതാണ്. പുളിസാദത്തിൻ്റെ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പുളിസാദം 1 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാൻ. കൂടാതെ സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെ ഇല്ല. പപ്പടം, അച്ചാർ എന്നിവയുടെ കൂടെ കഴിക്കാം. പുളിസാദം ഉണ്ടാക്കുന്നതിന് ഒരു മസാല വറുത്ത് പൊടിക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 2 സ്പൂൺ കൊത്തമല്ലി, 1/4 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ഉലുവ, 6-7 വറ്റൽമുളക്, 2 സ്പൂൺ വെള്ള എള്ള് എന്നിവയാണ്. നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകും കുരുമുളകും എടുക്കുക. ഇനി ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. ഇളം ചുടുവെള്ളത്തിൽ കുതിർക്കാനിട്ടാൽ പുളി പെട്ടെന്ന് കുതിർന്നു വരും. പുളി ഞെരടി ചണ്ടി കളഞ്ഞ് പുളിവെള്ളം തയ്യാറാക്കി വയ്ക്കുക. മസാല വറക്കുന്നതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച മല്ലി, മുളക്, കുരുമുളക്, ഉലുവ എന്നിവയിട്ട് സിമ്മിൽ വറക്കുക. എള്ള് ആദ്യം തന്നെ ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു വരും. അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത മസാല ഏകദേശം 1/4 ഭാഗം മൂത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം എള്ള് ചേർത്ത് വഴറ്റുക. എള്ള് വെളുത്തതോ കറുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. മസാല ഏകദേശം മൂത്ത് മണം വരുന്ന സ്റ്റേജിൽ എള്ള് ചേർത്ത് കൊടുക്കാം. മസാല കരിയാതെ എന്നാൽ നല്ലപോലെ മൂത്ത് വരികയും വേണം. ഇനി വാങ്ങി അതേ പാനിൽ തന്നെ വെക്കാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. ലേശം തരിയോടുകൂടി പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പുളിസാദം തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായിലെ വെള്ളം വറ്റിയതിനു ശേഷം 1/4 കപ്പ് നല്ലെണ്ണ ചേർക്കുക. ഇത് നല്ലെണ്ണയിൽ തയ്യാറാക്കുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ കുറച്ച് കൂടുതൽ എണ്ണ വേണം. എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും 1 സ്പൂൺ കടലപ്പരിപ്പും ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 3 വറ്റൽമുളക് 2ആയി മുറിച്ചത് ചേർക്കുക. കൂടെ 1/4 കപ്പ് നിലക്കടല കൂടി ചേർക്കുക. പച്ച നിലക്കടലയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് സിമ്മിൽ വറക്കുക. കടല നല്ലപോലെ മൂത്ത് വരണം. 3-4 മിനിറ്റ് എടുക്കും എല്ലാം തന്നെ നന്നായി വഴണ്ടി വരുവാൻ. കടലയുടെ കളർ മാറി മൂത്ത് കഴിഞ്ഞാൽ 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മസാല തിളച്ച് നല്ലപോലെ കുറുകി വരണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. മസാലയിൽ എള്ള് ചേർത്ത് പൊടിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ മസാല കുറുകി വരും. ഇനി ഇതിലേക്ക് സ്പെഷ്യലായി നമ്മൾ 1 സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം മാറി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മസാല ആവശ്യമില്ലെങ്കിൽ കുറച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ആറിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം പുളിസാദം ഉണ്ടാക്കാം. നിങ്ങൾ എത്ര ചോറ് എടുക്കുന്നുവോ അതിനനുസരിച്ചാണ് മസാല ചേർക്കേണ്ടത്. ഒരു വലിയ കപ്പ് ചോറാണ് ഞാൻ ചേർക്കുന്നത്. അതിനനുസരിച്ചാണ് മസാല എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മസാലയിലാണ് ചോറ് മിക്സ് ചെയ്യുന്നത്. ചോറുണ്ടാക്കാൻ അരി പച്ചരി എടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റേത് അരിയുടെ ചോറാണെങ്കിലും മസാലയായിട്ട് ബ്ലെൻഡായി വരില്ല. ചോറ് കുഴഞ്ഞു പോവാതെ വേവിക്കണം. വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി പുളിസാദം റെഡി. ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.